ഹായ് മക്കളെ, കിഡ്മാക്സിലേക്ക് സ്വാഗതം. സുഖമല്ലേ നിങ്ങൾക്ക്? നമ്മൾ ഇന്ന് ഏരിയ ഓഫ് എ സർക്കിൾ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാൻ പോവാം. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് എന്തായിരുന്നു? പെരിമീറ്റർ ഓഫ് എ സർക്കിൾ അല്ലേ, അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ എന്താണെന്നാ പഠിച്ചത്. എന്താണോ നമ്മൾ പഠിച്ചത്? സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല. അതിനുവേണ്ടി നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ്? എപ്പോഴും ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ മാത്തമാറ്റീഷ്യൻസ് അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്താ മനസ്സിലാക്കിയത്? എപ്പോഴും പെരിമീറ്റർ ബൈ ഡയമീറ്റർ, അതല്ലെങ്കിൽ 2 times റേഡിയസ് ആണല്ലോ ഡയമീറ്റർ, ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് കിട്ടുന്നത്. ആ കോൺസ്റ്റന്റ് വാല്യൂവിനെ അവരെന്ത് വിളിച്ചു? പൈ എന്ന് വിളിച്ചു. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു 2πr എന്നുള്ള ഫോർമുല കിട്ടിയത്. അങ്ങനെ ഗവേഷണം നടത്തി വന്നപ്പം അവർ മറ്റൊരു കാര്യം കൂടെ കണ്ടുപിടിച്ചു. എന്തായിരുന്നു അത്? ഏരിയ. ഒരു സർക്കിളിന്റെ ഏരിയ, നമുക്കറിയാം ഒരു സർക്കിള് എപ്പോഴും ഈ വൃത്തം ഒരു കാലത്ത് ഏറ്റവും അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ? നമ്മുടെ പോളിഗൺസ് പോലെ കൃത്യമായിട്ട് ഒരു സൈഡ്സ് വെച്ച് ഉണ്ടാക്കുന്നതല്ലാത്തത് കൊണ്ട് അതിൻ്റെ പെരിമീറ്റർ, അതിൻ്റെ ഏരിയ ഒക്കെ കാണാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിട്ട് അവർ കണ്ടേ. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? പലപ്പോഴും സർക്കിളുകളുടെ ഉള്ളിൽ പോളിഗൺസ് ഇൻസ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ഏരിയ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ആദ്യകാലങ്ങളിൽ അവർ ഏരിയ മെഷർ ചെയ്തിരുന്നത്. അപ്പോൾ പോളിഗൺസിൻ്റെ വശങ്ങളുടെ എണ്ണം കൂട്ടും തോറും എന്ത് സംഭവിക്കും? ഇത് സർക്കിളിനോട് അടുത്തടുത്തടുത്ത് വരും അല്ലേ, സർക്കിളിനോട് ചേർന്ന് വരും. അപ്പോൾ പോളിഗൺസിൻ്റെ അതിലുള്ള പോളിഗൺസ് ഇൻസ്ക്രൈബ് ചെയ്തായിരുന്നു ആദ്യം ഏരിയ ഓഫ് ദ സർക്കിൾ, പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ കണ്ടിരുന്നത്. അങ്ങനെ അവർ അതിനെക്കുറിച്ച് പോളിഗൺസ് ഇൻസ്ക്രൈബ് ചെയ്ത് പഠിച്ചു വന്നപ്പോൾ അവരൊരു കാര്യം ശ്രദ്ധിച്ചു. എന്താണ്? ഏരിയ ബൈ സ്ക്വയർ ഓഫ് റേഡിയസ്, ഏരിയ ബൈ ആർ സ്ക്വയർ ചെയ്യുമ്പോൾ എപ്പോഴും എന്താ കിട്ടുന്നത്? ഒരു കോൺസ്റ്റന്റ്. ഏത് കോൺസ്റ്റന്റ്? പെരിമീറ്റർ ബൈ 2r ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ കോൺസ്റ്റന്റിനോട് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് എന്ത് ചെയ്യുമ്പോൾ കിട്ടുന്നത്? ഏരിയ ബൈ സ്ക്വയർ ഓഫ് ദ റേഡിയസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ആ സ്ക്വയർ കോൺസ്റ്റന്റിനെ നമ്മൾ മുമ്പേ p/2r ചെയ്യുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റന്റിനെ വിളിച്ച് എന്താ? പൈ എന്നല്ലേ. അതേപോലെ തന്നെ ഏരിയ ബൈ ആർ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്നതും സെയിം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? പൈ എന്ന് കൊടുക്കാം. അതിൽ നിന്ന് എന്ത് വന്നു? ഫോർമുല ഏരിയ ഈക്വൽ ടു ഈ ആർ സ്ക്വയർ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? πr സ്ക്വയർ. ചുരുക്കി പറഞ്ഞാൽ ഏരിയ ഓഫ് ദ സർക്കിൾ കാണാൻ വേണ്ടി ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? പൈ ഇൻറ്റു സ്ക്വയർ ഓഫ് റേഡിയസ്, അതായത് πr സ്ക്വയർ ചെയ്താൽ മതി. വേർ അവിടെ നമ്മൾ പൈയുടെ വാല്യൂ കൊടുക്കാൻ പറഞ്ഞാൽ മാത്രം മക്കൾ പരീക്ഷയ്ക്ക് കൊടുത്താൽ മതി കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്താൽ മതി. പൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്താണ്? 3.14. അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് പൈ കൊടുത്തിട്ടാണ് നമ്മൾ ഏരിയ ഓഫ് ദ സർക്കിൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി പേജ് 141 പ്രോബ്ലംസിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. പേജ് 141 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ പിക്ചർ ബിലോ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഏരിയാസ് ഓഫ് ദ സർക്കിൾ ആൻഡ് പോളിഗൺ അപ് ടു 2 decimal places. എന്നിട്ട് അവരവിടെ നല്ല ഭംഗിയുള്ള 2 പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു സർക്കിളിൻ്റെ അകത്ത് ഒരു സ്ക്വയർ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ എന്താണ്? ഡയഗണൽ 4 cm ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഒരു സർക്കിളിൻ്റെ മറ്റൊരു സർക്കിളിൽ എന്താണ്? ഒരു റെഗുലർ ഹെക്സഗൺ ഇൻസ്ക്രൈബ് ചെയ്തേക്കുന്നു. അതിൻ്റെയും ഡയമീറ്റർ തന്നിട്ടുണ്ട്. സർക്കിളിൻ്റെ 4 cm ആണ്. എന്നിട്ട് നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ഏരിയാസ് ഓഫ് സർക്കിൾ ആൻഡ് പോളിഗൺ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് ചെയ്യാം. ആദ്യത്തേത് എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഒരു സ്ക്വയർ സർക്കിളിൻ്റെ അകത്ത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുക. എന്നിട്ട് അവരെന്ത് തന്നിട്ടുണ്ട്? ഇതിൻ്റെ ഡയമീറ്റർ അല്ലേ, സർക്കിളിൻ്റെ ഡയമീറ്ററും സ്ക്വയറിൻ്റെ ഡയഗണലും ആയിട്ട് എത്ര തന്നിരിക്കുന്നത്? 4 cm എന്നാണ് തന്നിരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തറിയാം? റേഡിയസ് ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ എന്ത് വരും? റേഡിയസ് ഓഫ് സർക്കിൾ ഈക്വൽ ടു എത്രയാണ്? ഇത് ഡയമീറ്റർ അല്ലേ, അപ്പൊ ഇതിന്റെ പകുതി എത്ര വരും? 2 cm ആണ് റേഡിയസ് ഓഫ് സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാമല്ലോ. എന്താണ് ഏരിയ? ഏരിയ ഈക്വൽ ടു ഫോർമുല എന്താണ്? പൈ ഇൻറ്റു ആർ സ്ക്വയർ. ദാറ്റ് ഈസ് പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാ? 2 × സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4π എന്ന് കിട്ടും. ഇവിടെ നമുക്കൊരു കാര്യമുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ഏരിയാസ് കാണണം അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പൈയുടെ വില കൊടുത്ത് ചെയ്യണം. അപ്പൊ നമുക്ക് പൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ കൊടുക്കാം. എത്രയാണത്? 4 × 3.14.
4 into 3.14 into 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6, 5, 12.56 എത്രയാ യൂണിറ്റ്? സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഏരിയ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു 12.56 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി എന്ത് കാണണം? ഏരിയ ഓഫ് സ്ക്വയർ കാണണം. ഏരിയ ഓഫ് സ്ക്വയർ കാണണമെങ്കിൽ എന്തറിയണം? നമുക്ക് സ്ക്വയറിന്റെ സൈഡ് അറിയണം അല്ലേ? എന്നാലും ഏരിയ ഓഫ് സ്ക്വയർ കാണാൻ പറ്റുള്ളൂ. ഏരിയ ഓഫ് സ്ക്വയർ കാണാനുള്ള ഫോർമുല എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്, അല്ലെങ്കിൽ എ ഇൻറ്റു എ, അല്ലെങ്കിൽ എ സ്ക്വയർ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. സൈഡ് ഇൻറ്റു സൈഡ് ആണ്. അപ്പൊ ഒരു വശത്തിന്റെ നീളം അറിയണം. നമുക്കിവിടെ ഒരു വശത്തിന്റെ നീളം തന്നിട്ടുണ്ട്. അവര് തന്നിട്ടില്ല. എന്തൊട്ട് തന്നേക്കണേ? 4 സെന്റിമീറ്റർ ഡയഗണലാ തന്നേക്കുന്നേ. അപ്പൊ ഇത് രണ്ട് രീതിയിൽ കാണാം. എങ്ങനെ? ഒന്നെങ്കിൽ നിങ്ങൾ ഇതിനെ എക്സ് എന്ന് എടുത്തിട്ട് പൈതോറസ് തിയറം വെച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അതല്ലെങ്കിലോ നമ്മൾ അന്നൊരു റിലേഷൻ വരച്ചില്ലേ, മിസ് ടേബിളൊക്കെ വരച്ച് പഠിപ്പിച്ചില്ലേ, ആ റിലേഷൻ വെച്ചിട്ട് നമുക്കിവിടെ കാണാം. ഇത് കാരണം പൈതോറസ് തിയറം വെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. മറ്റേത് വെച്ചിട്ട് നമുക്ക് നോക്കാം. എന്തായാലും അവിടെ നമ്മൾ എന്താ പഠിച്ചത്? സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു √2 ടൈംസ് റേഡിയസ്. ഒരു സർക്കിളിന്റെ അകത്ത് ഒരു സ്ക്വയർ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? √2 ടൈംസ് റേഡിയസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? ഇവിടെ നമുക്ക് റേഡിയസ് അറിയാലോ, 2 ആണെന്ന് അറിയാലോ. അപ്പോ √2 into 2 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് 2√2 എന്ന് കിട്ടും. എന്ത്? സ്ക്വയർ ഇൻറ്റു ഒരു വശത്തിന്റെ നീളം. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 2√2 into 2√2. 2 into 2 4. √2 into √2 2 അല്ലേ? അപ്പൊ 4 into 2 എന്ത് വന്നു? 8 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഓഫ് ദ സർക്കിൾ നമുക്ക് 12.56 എന്നും കിട്ടി. ഏരിയ ഓഫ് സ്ക്വയർ 8 സെന്റിമീറ്റർ സ്ക്വയർ എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഏരിയാസ് അല്ലേ നമ്മളോട് ചോദിച്ചേക്കുന്നേ? അപ്പൊ അത് നമുക്ക് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഏരിയ ഈക്വൽ ടു, നോക്കിയേ, സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് സ്ക്വയറിന്റെ ഏരിയ കുറയ്ക്കണം. അതായത് 12.56 മൈനസ് 8 which is equal to 12.56 ന് 8 കുറയ്ക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? 12.56 എഴുതി. ഇവിടെ 0 0 എന്നിട്ടു 6 5 4 0. അപ്പൊ എന്ത് വന്നു? 4.56 സെന്റിമീറ്റർ സ്ക്വയർ. 4.56 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഏരിയാസ്. ഇവ രണ്ടുപേരും സ്ക്വയറിന്റെയും സർക്കിളിന്റെയും ഏരിയ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി അടുത്ത പിക്ചറിലേക്ക് വരാം. തന്നിരിക്കുന്ന ഒരു സർക്കിളിന്റെ അകത്ത് ഒരു റെഗുലർ ഹെക്സഗൺ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുവാണ് അല്ലേ? അപ്പൊ റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 sided ക്ലോസ്ഡ് ഫിഗർ. ഇതിന്റെ ഡയമീറ്റർ എത്രയാന്ന് തന്നിട്ടുണ്ട്? 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇവിടെയും എന്ത് തന്നെയാണ്? 4ന്റെ പകുതി 2 സെന്റിമീറ്റർ തന്നെയല്ലേ? അപ്പൊ ഏരിയക്ക് മാറ്റില്ല. ഏരിയ ഓഫ് സർക്കിൾ എന്ത് തന്നെ കിട്ടും? πr², ദാറ്റ് ഈസ് നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ എന്ത് കിട്ടി? 12.56 സെന്റിമീറ്റർ സ്ക്വയർ. തൊട്ട് മുമ്പിലത്തെ കണക്ക് ചെയ്ത അതേ ഏരിയ തന്നെയാണ് സർക്കിളിന്. ഇനി നമുക്ക് അറിയേണ്ടത് ആരുടെയാ? ഹെക്സഗണിന്റെ ഒരു വശത്തിന്റെ നീളം അറിയണം അല്ലേ? അപ്പൊ നമുക്ക് റേഡിയസ് എത്രയാണെന്ന് കിട്ടി? 2 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി അല്ലേ? ഇനി ഹെക്സഗണിന്റെ പ്രത്യേകത എന്താ? നമ്മളിവിടെ ഇങ്ങനെ ലൈൻ വരയ്ക്കുമ്പോൾ റെഗുലർ ഹെക്സഗണിന്റെ പ്രത്യേകത എന്താണ്? ഇവരെല്ലാവരും എന്തായിട്ടാ വരാ? 6 ഈക്വലാറ്ററൽ ട്രയാങ്കിളുകളായിട്ടാണ് മാറുന്നത്. 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് റേഡിയസ് 2 സെന്റിമീറ്റർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എല്ലാ വശവും 2 സെന്റിമീറ്റർ അല്ലേ? 3 വശവും. അപ്പോ റെഗുലർ ഹെക്സഗണിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എത്രയാണ്? 1 side of regular hexagon. 1 side of regular hexagon equal to എന്ത് കിട്ടി നമുക്ക്? അതും 2 സെന്റിമീറ്റർ തന്നെയാന്ന് കിട്ടി. എന്തുകൊണ്ടാണ്? റെഗുലർ ഹെക്സഗണുകൾ 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ടാണ് തിരിയുന്നത്. അതിൽ നമുക്ക് റേഡിയസ് 2 സെന്റിമീറ്റർ ആണെന്നറിയാം. റേഡിയസ് അറിയാമെങ്കിൽ മറ്റ് 2 വശങ്ങൾ, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ, മറ്റ് 2 വശങ്ങളും 2 തന്നെ വരും. അങ്ങനെ 1 side of regular hexagon 2 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ കാണാനുള്ള ഫോർമുല നിങ്ങൾക്ക് നേരിട്ട് അറിയാമോ? അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, എന്ത്? ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ അറിയാം അല്ലേ? ഏരിയ ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്?
√3a²/4. അവിടെ a എന്ന് പറയുന്നത് എന്താ? ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു വശത്തിന്റെ നീളം. അപ്പൊ അങ്ങനത്തെ എത്ര ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ചേർന്നതാണ് ഈ റെഗുലർ ഹെക്സഗൺ? 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ചേർന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് അറിഞ്ഞാൽ അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ മൊത്തം ഈ റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ കിട്ടാൻ? അപ്പോൾ റെഗുലർ ഹെക്സഗണിന്റെ ഫോർമുല നമുക്ക് എന്ത് എഴുതാം? 6 × √3a²/4 which is equal to 6 × √3 റെഗുലർ ഹെക്സഗണിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാ? 2 സെന്റിമീറ്റർ. അപ്പോ 2²/4 എന്ന് വരും. ആരും വെട്ടിപ്പോവും. ആരും വെട്ടിപ്പോവും. ഇങ്ങോരും വെട്ടിപ്പോവും. കാരണം എന്താ? 2² 4 ആണ്, ഡിനോമിനേറ്ററും 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന്റെ ഉത്തരം എന്താ? 6 × √3 സെന്റിമീറ്റർ സ്ക്വയർ. 6 √3 സെന്റിമീറ്റർ സ്ക്വയർ. നമുക്ക് എന്ത് വേണം? ഇവർ തമ്മിലുള്ള വ്യത്യാസം കാണണ്ടേ? അതുകൊണ്ട് നമുക്ക് √3യുടെ വാല്യൂ കൊടുത്ത് ചെയ്യണം കേട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു √3യുടെ വാല്യൂ എത്രയാണ് മക്കളെ? 6 × 1.73. √3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണേ? 6 × 1.73 ചെയ്യുമ്പോൾ 10.38 എന്ന് കിട്ടും. 10.38 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ 6 × 1.73 ഈക്വൽ ടു 10.38. ഇനി എന്താ കാണണ്ടേ? ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഏരിയാസ് അല്ലേ? ഡിഫറൻസ് ബിറ്റ്വീൻ ഏരിയാസ് ഈക്വൽ ടു 12.56 മൈനസ് സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ കുറയ്ക്കണം. അതായത് 10.38 കുറയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത്? 2.18 സെന്റിമീറ്റർ സ്ക്വയർ. 2.18 സെന്റിമീറ്റർ സ്ക്വയർ ആണിത്. ഈ സർക്കിളിന്റെ ഏരിയയും റെഗുലർ ഹെക്സഗണിന്റെ ഏരിയയുമായിട്ടുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്ക് പേജ് 141 രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ചോദ്യം പറയുന്നത്? ദ പിക്ചർ ബിലോ ഷോസ് സർക്കിൾസ് ത്രൂ ദ വെർട്ടിസസ് ഓഫ് എ സ്ക്വയർ ആൻഡ് എ റെക്റ്റാങ്കിൾ. കണ്ടോ, അവർ 2 പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? ഒരെണ്ണത്തിൽ എന്താണ്? സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുക. രണ്ടാമത്തേൽ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു റെക്റ്റാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ടാണെങ്കിലോ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്, റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്താ കാണാൻ പറഞ്ഞേക്കണേ? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം. പിന്നെ നമ്മളിത് ഇതുപോലൊരു ഫിഗർ വരച്ചു. എങ്ങനെയാണ് സർക്കിളിൻ്റെ അകത്ത് ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ അന്നൊരു ദിവസം പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ ഇല്ലെങ്കിൽ ഒരു റഫ് ഫിഗർ ആണെങ്കിലും വരയ്ക്കുക കേട്ടോ. ഒരു സ്ക്വയർ പോലെയൊക്കെ തോന്നണേ സർക്കിളിൻ്റെ ഉള്ളിൽ. എന്നിട്ട് അവരെന്താ തന്നേക്കണേ? ഒരു സൈഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് അല്ലേ? സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നാണ് തന്നേക്കുന്നത്? ഇത് 3 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഏരിയ ഓഫ് ദ സർക്കിളാണ് നമുക്ക് കാണേണ്ടത്. ഏരിയ ഓഫ് ദ സർക്കിൾ. ഏരിയ ഓഫ് ദ സർക്കിൾ കാണാനുള്ള ഫോർമുല എന്താ? π × r². πr². അപ്പം നമുക്ക് πr² കാണണമെങ്കിൽ എന്തറിയണം? റേഡിയസ് അറിഞ്ഞാലേ പറ്റുള്ളൂ അല്ലേ? അപ്പം ഈ ചോദ്യത്തിലെ ചലഞ്ച് എന്താണ്? സ്ക്വയറിൻ്റെ ഈ ഒരു വശത്തിൻ്റെ നീളത്തിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തണം? റേഡിയസ് ഓഫ് ദ സർക്കിൾ കണ്ടെത്തണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? അന്ന് നമ്മൾ പഠിച്ചത് ഓർക്കണില്ലേ മക്കളെ? സർക്കിളിൻ്റെ അകത്ത് ഒരു സ്ക്വയർ ഇൻസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡിൻ്റെ നീളവും റേഡിയസുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന്. എന്തായിരുന്നു ആ ബന്ധം? 1 സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? √2 ടൈംസ് റേഡിയസ്. 1 സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു √2 ടൈംസ് റേഡിയസ് ആണ്. ഇവിടെയാണെങ്കിലോ 1 സൈഡ് ഓഫ് ദ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാണോ തന്നിരിക്കുന്നത്? 3 സെൻറ്റിമീറ്റർ ഈക്വൽ ടു √2 × r. അതിൽ നമുക്ക് r എന്താന്ന് പറയാലോ? therefore r ഈക്വൽ ടു എന്നാക്കുമ്പോൾ എന്ത് വരും? √2 ഇവിടുന്ന് ഇപ്പുറത്തെ വശത്തേക്ക് പോകും. അപ്പം എന്താ വരാൻ പോണേ? 3/√2 ആണ് എന്ത്? റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ 3/√2 നമുക്ക് കിട്ടിയില്ലേ? 6. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനൊന്നും പോകണ്ട കേട്ടോ. r ഈക്വൽ ടു 3/√2 എന്നുള്ളത് നമ്മൾ ഇനി എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഈ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കാൻ പോവാണ്. അപ്പം നമുക്കിനി കൊടുക്കാമല്ലോ. ഏരിയ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു π × r സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 3/√2. അതിൻ്റെ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു π ×
3യുടെ സ്ക്വയർ എന്താ 9 ബൈ √2ൻ്റെ സ്ക്വയർ എന്താ √2 ഇൻറ്റു √2 ഇൻ്റെ ഉത്തരം എന്താ 2. അതിൻ്റെ ആൻസർ എന്താ കിട്ടണത് 9π/2 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ മീറ്ററിലാണ് പറയുകയാണെങ്കിൽ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ മീറ്റർ എന്താണോ യൂണിറ്റ് അതിൻ്റെ സ്ക്വയർ ഓഫ് ദാറ്റ് യൂണിറ്റ് ആണ് എഴുതേണ്ടത് കേട്ടോ. അപ്പം 9π/2 എന്ന് കിട്ടിയില്ലേ ഒന്നാമത്തേൻ്റെ ഉത്തരം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എന്താ അവിടെ പറഞ്ഞേക്കണേ? സർക്കിളിൻ്റെ അകത്ത് എന്ത് ചെയ്തേക്കാണ് റെക്റ്റാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്തേക്കാണ്. അപ്പം നമുക്ക് ഇതുപോലെ ഒരു റഫ് ഫിഗർ വരയ്ക്കാം. റെക്റ്റാങ്കിളിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? ലെങ്ത്തും തന്നിട്ടുണ്ട്. ലെങ്ത്ത് എത്രയാണെന്നാ തന്നിരിക്കുന്നത് 4 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് എത്രയാണെന്നാ തന്നിരിക്കുന്നത് 2 സെൻറ്റിമീറ്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡയഗണൽ ഇങ്ങനെ വരയ്ക്കാം. ഡയഗണൽ വരയ്ക്കുമ്പോൾ കണ്ടോ പൈത്തഗോറസ് തിയറി ഇത് 90 ഡിഗ്രി അല്ലേ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട്. അപ്പോൾ 4 അറിയാം 2 അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ നീളം നമുക്ക് റേഡിയസ് ഡയമീറ്റർ അറിയാമെങ്കിൽ അതിൻ്റെ പകുതിയാണല്ലോ റേഡിയസ്. നമുക്ക് ആദ്യം ഡയമീറ്റർ ഇപ്പോൾ വേണേൽ പേര് കൊടുക്കാം കേട്ടോ. ഇതിനെ നമ്മൾ ABC എന്ന് വിളിച്ചു. അപ്പം നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ABC ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ എന്ന് കിട്ടി. AC ആണെന്ത്? AC ഡയമീറ്റർ ഓഫ് സർക്കിൾ. അങ്ങനെയാണെങ്കിൽ AC-യുടെ നീളം ഈക്വൽ ടു എന്താ വരാൻ പോണേ? AC-യുടെ ലെങ്ത് ഈക്വൽ ടു √ ഇതല്ലേ ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. പൈത്തഗോറസ് തിയറം ആണെന്നുള്ളത് വേണമെങ്കിൽ സംശയം പിന്നെ വരുമെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. പൈത്തഗോറസ് തിയറം വെച്ചിട്ട് അതെ ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ വരാൻ പോണേ? ബേസ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? √16 + 4 അതായത് എന്ത് വരുന്നത്? √20. √20 എന്താണ്? മൊത്തം ഡയമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഡയമീറ്റർ ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്ത്? √20 സെൻറ്റിമീറ്റർ എന്നുള്ളത്. നമുക്ക് വേണ്ടുന്ന ഡയമീറ്റർ ആണോ? അല്ല, റേഡിയസ്. അപ്പോൾ ദെയർഫോർ റേഡിയസ് ഈക്വൽ ടു എന്താ വരാൻ പോണേ? ഡയമീറ്റർ/2 അതായത് √20/2. ഇനി ഈ √20നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 5 എന്നൊക്കെ എഴുതിയിട്ട് 2√5/2 എന്നൊക്കെ എഴുതാട്ടോ. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഒന്നും ചെയ്യണില്ല, ഇത് ഇങ്ങനെ മാത്രം നിർത്താണ്. എന്നിട്ട് നമുക്കിനി ഏരിയ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ സിംപ്ലിഫിക്കേഷനൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഏരിയ ഓഫ് ദ സർക്കിൾ നോക്കിയേ. ഏരിയ ഓഫ് ദ സർക്കിൾ കാണാനല്ലേ നമ്മളോട് ചോദിച്ചേക്കുന്നേ. അപ്പോൾ ഏരിയ ഓഫ് ദ സർക്കിൾ ഫോർമുല നമുക്കറിയാം എന്താണ്? πr². ദാറ്റ് ഈസ് π × r² എന്ന് വെച്ചാൽ എന്ത് വരും? √20/2 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് π × √20ൻ്റെ സ്ക്വയർ എന്താ? 20. അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഏതെണ്ണത്തിൻ്റെ ആണെങ്കിലും റൂട്ട് വന്നു കഴിഞ്ഞാൽ √a-യുടെ സ്ക്വയർ എന്താണ്? √a × √a. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? a. അപ്പോൾ എപ്പോഴും റൂട്ടുള്ള സംഖ്യകളുടെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റൂട്ട് മാറ്റിയിട്ട് ആ നമ്പർ അങ്ങ് എഴുതിയാൽ മതി. അങ്ങനെ വന്നപ്പോൾ √20യുടെ സ്ക്വയർ എന്ത് കിട്ടി? 20/2ൻ്റെ സ്ക്വയർ എന്താണ്? 4. ഇനി നമുക്കിതിനെ കണ്ട എളുപ്പത്തിൽ എത്താം. അതാ ഞാൻ പറഞ്ഞേ ഇവിടെ മക്കൾ സിംപ്ലിഫിക്കേഷന് വേണ്ടി ഒന്നും പോകണ്ട, നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇപ്പം നമുക്ക് എന്താ കിട്ടിയിരിക്കുന്ന ഫൈനൽ ഉത്തരം? 5π സെൻറ്റിമീറ്റർ സ്ക്വയർ. എന്ത്? ഏരിയ ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു 5π സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. മനസ്സിലായോ? അങ്ങനെ അടുത്ത കണക്കിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കിയേ. എന്താ പറയണേ? ഡ്രോ എ സ്ക്വയർ ആൻഡ് ഡ്രോ സർക്കിൾ സെൻറ്റേർഡ് ഓൺ ദ കോർണേഴ്സ്. ഇവിടെ എന്താ പറയണേ? ആദ്യം ഒരു സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ കോർണറിലൂടെ ഇങ്ങനെ സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞേക്കാണ്. 4 കോർണറിലും കൂടി ആയിട്ട് 4 സർക്കിൾ. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഈ ഓരോ സർക്കിളിൻ്റെയും സെൻറ്ററാണ് ഈ ഓരോ കോർണറിലും വന്നേക്കുന്നത്. പിന്നെ എത്രയാണ് വന്നേക്കുന്നത്? പിന്നെന്താ പറഞ്ഞേക്കണേ? റേഡിയസ് ഹാഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. അപ്പോൾ റേഡിയസ് എന്ന് വെച്ചാൽ എന്താണ്? സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ഹാഫ്. അതായത് സ്ക്വയറിൻ്റെ സൈഡ് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്ത് വരും? 5 സെൻറ്റിമീറ്റർ. ഓക്കെ. എന്നിട്ട് എന്താ ചോദിച്ചേക്കുന്നത്? ഡ്രോ അനദർ സ്ക്വയർ. പിന്നെ അവർ വേറൊരു സ്ക്വയർ വരച്ചേക്കാം. എന്നിട്ടോ ഫോംഡ് ബൈ 4 ഓഫ് ദ ഫസ്റ്റ് സ്ക്വയേഴ്സ് ആൻഡ് സർക്കിൾ ജസ്റ്റ് ഫിറ്റിംഗ് ഇൻ ടു ഇറ്റ്. അതായത് ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു സ്ക്വയർ അല്ലേ ഉണ്ടായിരുന്നേ, ഇവിടെയോ ഈ വലിപ്പത്തിലുള്ള 4 സ്ക്വയർ ഒന്നിച്ച് ചേർത്ത് വരച്ചു. അപ്പോൾ ഇപ്പം നിങ്ങളിവിടെ 2 സെൻറ്റിമീറ്റർ സൈഡ് എടുത്ത് സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വേണം?
2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഉള്ള 4 സ്ക്വയർ. അതായത് ചുരുക്കി പറഞ്ഞാൽ 2 സെൻറ്റിമീറ്ററും 2 സെൻറ്റിമീറ്ററും കൂടി ഇവിടെ എത്ര വരും? 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വലിയ സ്ക്വയർ വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതിനെ ഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സർക്കിൾ വരയ്ക്കണം. അതെങ്ങനെയായിരിക്കും ഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സർക്കിൾ കിട്ടുക? കണ്ട, നമ്മളിങ്ങനെ സ്ക്വയർ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടുള്ള റേഡിയസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫിറ്റ് ചെയ്യുന്ന സ്ക്വയർ കിട്ടും കേട്ടോ. ഇത് വരയ്ക്കണം മക്കൾ, ഈ പിക്ചർ നോട്ട്ബുക്കിൽ വരയ്ക്കണം. അപ്പോൾ ഇത് പഠിക്കണം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നോക്കിയേ, എന്നിട്ട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കണേ? പ്രൂവ് ദാറ്റ് ഏരിയാസ് ഓഫ് ദ ലാർജ് സർക്കിൾ ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ 4 സ്മോൾ സർക്കിൾ. ഇത് തെളിയിക്കാൻ പറഞ്ഞേക്കുന്നേ ഈ വലിയ സർക്കിളിൻ്റെ ഏരിയ ഈക്വൽ ടു ഈ 4 കുഞ്ഞി സർക്കിളുകളില്ലേ, 4 കുഞ്ഞി സർക്കിളുകളുടെയും കൂടെ ഏരിയ കൂട്ടുമ്പോൾ കിട്ടുന്നതിനോട് ഈ വലിയ സർക്കിളിൻ്റെ ഏരിയ ഈക്വൽ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ദേ മിസ് ആദ്യം തന്നെ ഇവിടെ ഒരു പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വരച്ചതെന്നറിയോ? മിസ് ഇത് 4 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് വരച്ചത്. സ്ക്വയർ 4 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. എന്നിട്ടോ ഈ ഓരോ സർക്കിളിൻ്റെയും റേഡിയസ് എന്തെടുത്ത് വരച്ചു? 2 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ പകുതി എടുത്ത് വരയ്ക്കാനല്ലേ നമ്മളോട് പറഞ്ഞേക്കുന്നത്? അപ്പോൾ 2 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു കേട്ടോ. അങ്ങനെ 4 വശത്തും അപ്പോൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇവിടെ കുത്തിയിട്ട് 2 സെൻറ്റിമീറ്റർ, ഇവിടെ കുത്തിയിട്ട് 2 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. അങ്ങനെ വരച്ചു. അതിന് ശേഷമോ ഇത് 4 സെൻറ്റിമീറ്റർ അല്ലായിരുന്നോ ഈ സ്ക്വയർ? അപ്പോൾ ഇത് വരച്ചപ്പോൾ എന്ത് ചെയ്തു? ആദ്യം തന്നെ ഒരു 8 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരച്ചു. എന്നിട്ട് അതിനെ 4 വെച്ചിട്ട് 2 ലൈൻ വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കൃത്യം 4 സ്ക്വയർ കിട്ടി. അല്ലാതെ മക്കൾ 4 സ്ക്വയർ ചേർത്ത് വരയ്ക്കാൻ നിൽക്കണ്ട. വലിയ സ്ക്വയർ അങ്ങോട്ട് വരച്ചിട്ട് അതിനെ കൃത്യമായിട്ട് 4 സെൻറ്റിമീറ്റർ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 4 കൃത്യം സ്ക്വയറുകൾ കിട്ടും. എന്നിട്ടോ ഇവിടെ കുത്തിയിട്ട് 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് സർക്കിൾ, അതായത് 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ എടുത്ത് വരച്ച് കഴിഞ്ഞപ്പോൾ കൃത്യം അതിൻ്റെ ഉള്ളിൽ ഫിറ്റായി. അപ്പോൾ ഇതെല്ലാം 2 സെൻറ്റിമീറ്റർ ഉള്ള സർക്കിളും ഇത് എത്ര വരെയുള്ള സർക്കിളാണ്? 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളും. ഇങ്ങനെയാണ് പിക്ചർ വരച്ചത്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടേ? ഈ വലിയ സർക്കിളിൻ്റെ ഏരിയ ഈക്വൽ ടു ഈ കുഞ്ഞു സർക്കിളിൻ്റെയും ഇതിൻ്റെയും ഈ 4 കുഞ്ഞു സർക്കിളുകളുടെയും കൂടി ഏരിയ കൂട്ടുന്നതിനോട് ഈക്വൽ ആണെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ കുഞ്ഞു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം, പിന്നെ നമുക്ക് വലിയ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അവർ തന്നിരിക്കുന്ന ക്ലൂസ് ഇതൊരു സ്ക്വയർ ആണ്, ഇതും സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിരിക്കുന്ന ക്ലൂ? ഈ സർക്കിളുകൾ ഹാഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ ഇതിപ്പോൾ നമ്മൾ അളവെടുത്ത് വരച്ചു, പക്ഷെ നമ്മൾ ജനറൽ കേസിൽ വേണ്ടേ പറയാൻ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ മൊത്തം ലെങ്ത് 2a ആണെന്ന് വിചാരിക്കും. 2a. ലെറ്റ് 2a be the side of the square. സ്ക്വയറിൻ്റെ വശത്തിൻ്റെ നീളം 2a ആണെന്ന് വിചാരിക്കാം. അങ്ങനെ 2a ആണെങ്കിൽ ഇത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം എത്ര വരും? ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ O തൊട്ട് ഇപ്പോൾ A എന്ന് വിളിച്ചു എന്ന് വിചാരിക്കും. OAയുടെ നീളം എന്തായിരിക്കും? A ആയിരിക്കും അല്ലേ? കാരണം എന്താ? ഇവിടം തൊട്ട് ഇവിടം വരെയാണ് 2a, O തൊട്ട് C വരെയാണ് 2a. അപ്പോൾ O തൊട്ട് A വരെ സ്മോൾ എ, അതുപോലെ A തൊട്ട് C വരെ സ്മോൾ എ. അങ്ങനെയല്ലേ വരാൻ പോണേ? അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്താ വരാൻ പോണേ? 2a is the side of the square ആണെങ്കിൽ റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ അതിൻ്റെ പകുതിയാണെന്ന് പറഞ്ഞിട്ടില്ലേ നമ്മളോട് ചോദ്യത്തിൽ തന്നെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? a ആണെന്ന് കിട്ടും. റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ. അതിൽ നിന്ന് നമുക്ക് ഏരിയ ഓഫ് സ്മോൾ സർക്കിൾ ഈക്വൽ ടു എന്താ വരാൻ പോണേ? പൈ r സ്ക്വയർ ആണ് ഫോർമുല, വിച്ച് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇവിടെ a അല്ലേ 6, അപ്പോൾ പൈ ഇൻറ്റു a സ്ക്വയർ. ദാറ്റ് ഈസ് പൈ a സ്ക്വയർ ആണ്. സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? നമ്മുടെ ഈ ഒരു സർക്കിളിൽ ഈ ഒരു സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 സർക്കിളില്ലേ നമ്മുടെ അടുത്ത്? അപ്പോൾ നോക്കാം. ഏരിയ ഓഫ് 4 സ്മോൾ സർക്കിൾസ് ഈക്വൽ ടു 4 ഇൻറ്റു പൈ a സ്ക്വയർ. അതായത് പൈ a സ്ക്വയർ അങ്ങനെ 4 തവണ കൂട്ടുന്നതിന് പകരം 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4a സ്ക്വയർ പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ ഓഫ് 4 സ്മോൾ സർക്കിൾസ്.
നമുക്ക് കിട്ടി. ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. നമുക്ക് എന്താ തെളിയിക്കണ്ടേ? 4a² പൈ തന്നെയാണ് ഈ വലിയ സർക്കിളിൻ്റെയും ഏരിയ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നോക്കാം, ഈ വലിയ സർക്കിളിൻ്റെ റേഡിയസ് എത്ര വരാൻ പോണെന്ന് നോക്കിയേ. നമ്മൾ ഇവിടെ വരച്ച അതേ വലിപ്പമുള്ള സ്ക്വയറുകളാണിത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാ? 2a. ഇവിടെയും എന്താണ്? 2a. അങ്ങനെ വന്നപ്പോൾ റേഡിയസ് ഓഫ് ലാർജ് സർക്കിൾ എന്താ വരാൻ പോണത്? 2a എന്നല്ലേ വരുന്നത്. അപ്പം നമുക്കത് എഴുതാം. റേഡിയസ് ഓഫ് ലാർജ് സർക്കിൾ ഈക്വൽ ടു 2a. അതിൽ നിന്ന് therefore ഏരിയ ഓഫ് ലാർജ് സർക്കിൾ ഈക്വൽ ടു പൈ r², ദാറ്റ് ഈസ് പൈ ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 2a². അപ്പോൾ 2a² എന്ന് വെച്ചാൽ എന്താ? പൈ ഇൻറ്റു 4a², അതായത് 4πa². ശരിയല്ലേ? അത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയേ. ഏരിയ ഓഫ് ലാർജ് സർക്കിൾ എന്ത് കിട്ടി? നമുക്ക് 4πa² എന്ന് കിട്ടി. 4πa². ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. കണ്ടോ, ഇതിൽ നമുക്ക് 4πa² ആയിരുന്നു. 4a² പൈയും 4πa² ഒക്കെ ഒന്ന് തന്നെയായിട്ട് മക്കളെ. 4a² പൈ, ഇവിടെയും 4a² പൈ. അപ്പോൾ ഫ്രം 1 and 2 എന്താണ്? ഏരിയ ഓഫ് ഈക്വൽ ടു ഏരിയ ഓഫ് 4 സ്മോൾ സർക്കിൾസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 4πa². മനസ്സിലായോ മക്കൾക്ക്? ഈ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക, അതുപോലെ നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.